ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ മണ്ഡലകാലം, വൃശ്ചികമാസം. ഈ നാളുകാർക്ക് ഈ ഒരു മാസം സുവർണ നേട്ടമാണ് വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് തൊഴിലിൽ രാജയോഗമാണ് വരാനിരിക്കുന്നത്. ആഗ്രഹിച്ച തൊഴിൽ സ്ഥാനക്കയറ്റം, അതുപോലെ തന്നെ ശമ്പള വർധന തുടങ്ങിയ നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു. മംഗല്യഭാഗ്യം, കുടുംബസൗഖ്യം എന്നിവയ്ക്ക് അനുകൂല സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്നത്. വിദേശയാത്ര, ഉപരിപഠനവും വ്യവസായവും ഇവയ്ക്കെല്ലാം തന്നെ വളരെ നല്ല ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. മിഥുനം രാശിയായ മകരവും തിരുവാതിരയും പുണർദം നക്ഷത്രവും, അതുപോലെ തന്നെ തുലാം രാശിയായ ചിത്തിരയും ചോതിയും വിശാഖവും, ധനുരാശിയായ മൂലം പൂരാടം ഉത്രാടവും, കുംഭം രാശിയായ അവിട്ടം ചതയം പൂരുട്ടാതി, ചിങ്ങൻ രാശിയായ മകം പൂരം ഉത്രം, ഇവർക്കാണ് ഈ ഒരു നല്ല കാലം വരാൻ പോകുന്നത്. അവരെ സംബന്ധിച്ച് വിദേശയാത്രയും ഉപരിപഠനവും അതുപോലെ തന്നെ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ പുതിയതായ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവയ്ക്കെല്ലാം തന്നെ നല്ല ഒരു സമയമാണ്. ഈ ഒരു സമയം തുടങ്ങുകയാണെങ്കിൽ അത് വളരെയധികം വിജയത്തിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ മംഗല്യഭാഗ്യം, കുടുംബസൗഖ്യം എന്നിവയ്ക്കൊക്കെ ഒരു അനുകൂല സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. ഈ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ഒരു രാജയോഗമാണ് ഇനി. തൊഴിൽ ആണെങ്കിലും അതുപോലെ തന്നെ ഏത് മേഖലയിലാണോ അവർ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ വ്യവസായം ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക ഒക്കെ, ആ ഒരു ഏത് മേഖലയാണോ ആ ഒരു മേഖലയിൽ വളരെയധികം സ്ഥാനക്കയറ്റം, അതുപോലെ തന്നെ ശമ്പള വർധനവും നേട്ടങ്ങളുമൊക്കെയാണ് ഇവരെ കാത്തിരിക്കുന്നത്. വൃശ്ചികമാസം ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ് അവർക്ക്. അതായത് മിഥുന രാശിയായ മകരം, തിരുവാതിര, പുണർദം, തുലാം രാശിയായ ചിത്തിര, ചോതി, വിശാഖവും, ധനുരാശിയായ മൂലം പൂരാടം ഉത്രാടവും, കുംഭൻ രാശിയായ അവിട്ടം ചതയവും പൂരുട്ടാതിയും, ചിങ്ങരാശിയായ മകം പൂരം ഉത്രം, ഈ നാളുകാർക്കാണ് ഈ ഒരു വൃശ്ചിക മാസം ഏറ്റവും പുണ്യമായി അവർക്ക് ഏറ്റവും ഭാഗ്യവും ഒക്കെ കൊണ്ടുത്തരുന്ന ഒരു മാസം. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ അവർ മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭഗവാനെ തൊഴുത്, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം, അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിനെ മനസ്സിൽ ഭജിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ഞാനീ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം അത്രയും അധികം ഉയർന്ന ഒരു അവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ എത്തിക്കുക.